ഞാനും ഏറ്റുപറയും. അപ്പം ആ പ്രാർത്ഥന അങ്ങ് സ്വർഗം വരെ എത്തി. സ്വർഗം വരെ എത്തണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണത്? പിതാവിൻ്റെ അടുത്തെത്തി. മനസ്സിലായില്ലേ? അത് ആ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ വിശ്വാസത്തിന് ഏറ്റുപറച്ചിലൊരു സാമൂഹ്യമാനം ഉണ്ടാകണം. അത് മനുഷ്യരുടെ മുമ്പിലായിരിക്കണം. വ്യക്തിപരമായിട്ടുണ്ട്. അത് വെള്ളിയാണെങ്കിൽ സമൂഹ പ്രാർത്ഥന സ്വർണ്ണമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതിനെ കുർബാനൊന്നും മുടക്കരുത്. അല്ല, ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയാകില്ലെന്ന് ചോദിക്കുന്ന വിവരക്കേടും വെളിവില്ലായ്മയുമാണ്. അവൻ്റെ അവിശ്വാസത്തിന് മറപിടിക്കാൻ വേണ്ടി അവൻ കാണിക്കുന്ന ജാട വർത്തമാനങ്ങളൊക്കെ അതിലൊന്നും നിങ്ങൾ വീഴരുത്. ശരിക്കും പറഞ്ഞാൽ കാര്യം 10 മനുഷ്യരുടെ മുമ്പിൽ നമ്മൾക്ക് ക്രിസ്തുവിനെ വിശ്വാസം ഏറ്റുപറയാം. അത് നാക്ക് കൊണ്ട് പറയുന്നത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മനുഷ്യരെ അതിൻ്റെ അകത്തൊരു ഇപ്പം ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു ഉദാഹരണം പറയുന്നത്, സാഹിത്യ അക്കാദമി പഠിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അക്കാദമി മുതൽ അയന്തോൾ വരെ അവിടെയാണ് ഞാൻ താമസിച്ച് ഉറങ്ങണത്. അപ്പം തമ്പുരാൻ സാഹിത്യ അക്കാദമിയുടെ കെട്ടിടമാണ്. അവിടെ വരെ എനിക്ക് വേണമെങ്കിൽ ഓട്ടോക്ക് പോകാം. ഞാൻ അക്കാദമിയിൽ നിന്ന് വന്ന് റൗണ്ട് സൗത്തിൽ കയറിയിട്ട് നേരെ അയ്യന്തോളിലോട്ട് നടന്നാണ് പോണത്. എങ്ങനെ നടന്നു പോകും? നടന്നു പോകുമ്പോൾ വലിയ കൊന്ത കയ്യിലുണ്ടാവും. എന്താണെന്നറിയാമോ? ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടേ പോകത്തുള്ളൂ. എന്തിനാണ് ഞാൻ ജപമാല ചൊല്ലണത്? എന്തിനാ? അവിടെ മുഴുവൻ കടകളുണ്ട്. കുറേ കത്തോലിക്കരുണ്ടാവുമല്ലോ ആ കടകളിലൊക്കെ. അപ്പം ആരെങ്കിലും ഈ കടയൊക്കെ അടച്ച് വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥന ചെല്ലിയല്ല അല്ലെന്ന് ചോദിക്കും അവർ. അത്രേ ഉള്ളൂ. അപ്പോൾ ചെല്ലിയെന്ന് അവർ പറയുകയും ചെയ്യും. ഇവർ പല അണ്ണന്മാരും പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് വീട്ടിൽ എത്താൻ വേണ്ടി എത്ര ഇരിക്കുന്ന അണ്ണന്മാരും ഉണ്ടാകും. അവർക്കെല്ലാം ഒരു ബോധം ഉണ്ടാകണം. എന്തിനാണ്? ജപമാല പരസ്യമായിട്ട് ചൊല്ലി, അയ്യോ എത്ര നാളായി ഞങ്ങളുടെ വീട്ടിൽ ജപമാല ചൊല്ലിയിട്ട് എന്ന് എന്നെ കണ്ടാൽ തോന്നണം. അത് വിശ്വാസത്തിൻ്റെ സാമൂഹ്യ പ്രഖ്യാപനമാണത്. ഇപ്പം നമ്മൾ ദേവാലയത്തിൽ പോകുന്നില്ലേ? ഇപ്പം നമ്മുടെ വീട്ടിൽ എന്താണ്ട് പള്ളി പരാജയതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ആ പ്രദേശത്ത് നിന്ന് ആരും വരണില്ല അച്ഛാ എന്ന് പറയാം. അതാണ് നമ്മുടെ റിസ്ക് എന്ന് പറയണത്. നമ്മുടെ പ്രദേശത്ത് നിന്ന് ആരും വരാത്തപ്പോൾ എല്ലാവരും വരുമ്പോൾ നമ്മൾ അവിടെ പോയാലുണ്ടല്ലോ, നമുക്ക് 5 മാർക്കേ ഉള്ളൂ. ഇവിടെ പോയാൽ ആരും വരണില്ല, നമ്മൾ എഴുന്നേറ്റ് പോണ്. അപ്പൊക്കെ 50 മാർക്കാണ്. പണ്ട് ഞങ്ങളുടെ നാട് പള്ളിത്തോട